ഇന്നലെ മാർച്ച് 8 ലോക വനിതാ ദിനം, വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേ. ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പറ്റിയില്ല. ഈ വേൾഡ് മെൻ്റൽ ഹെൽത്ത് ഡേക്ക് കേരളത്തെ മുഴുവൻ വേദനയിലാഴ്ത്തിയ അല്ലെങ്കിൽ പിടിച്ചൊലിച്ചിയ വലിയൊരു അപകടം അല്ലെങ്കിൽ ഒരു പെയിൻഫുള്ളായിട്ടുള്ളൊരു സംഭവം നമ്മളുടെ മുമ്പിലുണ്ട്. ഒരമ്മയും 2 കുട്ടികളും ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ ചാടി ആത്മഹത്യ ചെയ്തു. ഇവരുടെ ആത്മഹത്യക്ക് കാരണക്കാരാരാണ്? അവരാണോ? അല്ല, നമ്മൾ തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ഈ വ്യക്തിയുടെ ക്ലോസ് ആയിട്ടുള്ള നെയ്ബേഴ്സ്, സ്വന്തം ഹസ്ബൻഡ്, സ്വന്തം പേരൻസ്, റിലേറ്റീവ്സ്, സഹോദരങ്ങൾ, ആ സ്ത്രീ കടന്നുപോയ വേദനയുടെ ആഴം എന്താണെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും പലപ്പോഴും ഞാനും അവസ്ഥയിൽ കൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. സമൂഹം ഒരിക്കലും ഇന്നും ഒരു സ്ത്രീയുടെ സങ്കടങ്ങൾ മനസ്സിലാക്കാനോ സ്ത്രീയുടെ കൂടെ നിൽക്കാനോ തയ്യാറാവുന്നില്ല. വളരെയേറെ കണ്ടീഷൻ്റെ ഒരു സൊസൈറ്റിയുടെ ഭാഗമാണ് നമ്മൾ. ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്ന് പാടിയ വള്ളത്തോളിൻ്റെ കവിത പഠിച്ചു വളർന്ന നാം. സത്യാവതി എന്ന് പറയുന്ന വേശ്യാഗ്രഹത്തിൽ കുഷ്ഠരോഗിയായ ഭർത്താവിനെ തോളിൽ ചുമന്ന് പോയ സത്യാവതി എന്ന സ്ത്രീയെ വാഴ്ത്തിപ്പാടിയ ഭാരതീയ സംസ്കാരം. ഈ സംസ്കാരത്തിൽ ഒരഭിമാനമുള്ള ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരു നടന്ന സംഭവമാണ്. ഒരു വീട്ടിൽ സ്വന്തം അമ്മായിയപ്പൻ ചെയ്ത ഭയങ്കര വലിയൊരു തെറ്റ്, ഒരു സ്ത്രീയോട് കാണിച്ചൊരു തെറ്റ് ആ വീട്ടിലെ മരുമോള് ചോദ്യം ചെയ്തപ്പോൾ അമ്മായിപ്പൻ ആ മരുമോളെക്കുറിച്ച് കള്ളക്കഥയുണ്ടാക്കി. ഈ മരുമോൾ ചോദ്യം ചെയ്തത് വളരെ രഹസ്യമായിട്ട് ഈ കുടുംബം നശിക്കാതിരിക്കാൻ അമ്മായിപ്പനോട് പേഴ്സണലായിട്ട് ചോദിച്ചതാണ്. പക്ഷേ അമ്മായിപ്പൻ അത് ബന്ധുക്കളോടും സ്വന്തം ഭാര്യയോടും ഒക്കെ ആ മരുമോളെ കുറ്റക്കാരിയാക്കി ചിത്രീകരിച്ചപ്പോൾ ആ മരുമോളോട് സത്യം അറിയാവുന്ന ബന്ധുക്കളും കൂടെ നിൽക്കാതെ, സ്വന്തം ഭാര്യ കൂടെ നിൽക്കാതെ ആ മരുമോളെ ഒറ്റപ്പെടുത്തി മരുമോളെ കടുത്ത മാനസികമായ പ്രശ്നങ്ങളിലേക്കും വേദനകളിലേക്കും മരണത്തോളം തള്ളിവിട്ടു. അപ്പോൾ ഇത് ഒരു വളരെ സമൂഹത്തിലെ പ്രമുഖനായ വ്യക്തിയോട് സഹായം ചോദിച്ചു എന്ന ഈ മരുമകളോട് ആ വ്യക്തി പറഞ്ഞു കൊടുത്ത കഥയാണ് സത്യാവതിയുടെ കഥ. അമ്മച്ചി ചെയ്തത് ശരിയാണ്. കാര്യം, കുഷ്ഠരോഗിയെ ചുമന്ന് തോളിലെടുത്ത് പോയ സത്യാവതി സ്വന്തം കുടുംബം രക്ഷിക്കാൻ ശ്രമിച്ചു. അമ്മച്ചി സ്വന്തം കുടുംബം രക്ഷിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് അമ്മച്ചിയുടെ 2 പെൺപിള്ളേർക്ക് നല്ലൊരു ജീവിതം കിട്ടി. ശരിയാണ്, അമ്മച്ചിയുടെ 2 പെൺപിള്ളേർക്ക് നല്ലൊരു ജീവിതമുണ്ട്. പക്ഷേ ഈ മരുമോളൊരു പെണ്ണല്ലേ, അവളുടെ ജീവിതം നഷ്ടപ്പെട്ടതോ? ഈ ലോകത്തിൽ ഇന്നും മറ്റുള്ള വ്യക്തിയുടെ കണ്ണീര് കണ്ട് വിഷമിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ആത്മഹത്യ ചെയ്ത സ്ത്രീ ഒരു BSc നേഴ്സായിരുന്നു. വിദേശത്ത് പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ശമ്പളം മേടിച്ചു വളരെ രാജകീയമായി ജീവിക്കേണ്ട ഈ സ്ത്രീ, ഒത്തിരി ഭാവിയുള്ള ഈ കുട്ടികൾ, ഈ സ്ത്രീ ആത്മഹത്യ ചെയ്യാൻ തീരുമാനമെടുത്തത് ഒറ്റ ദിവസം ഉണ്ടായ വേദനയിലോ പ്രശ്നങ്ങളിലോ അല്ല, വർഷങ്ങളോളമുള്ള നിസ്സഹായ അവസ്ഥയിലാണ്. ഭർത്താവല്ലേ ക്ഷമിക്കൂ, മാതാപിതാക്കളല്ലേ ക്ഷമിക്കൂ, ജീവിതമല്ലേ സഹിക്കൂ. ഇതാണ് സമൂഹം നൽകുന്ന ഉത്തരം അല്ലെങ്കിൽ സമൂഹം നൽകുന്ന ഉപദേശം. ഒരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്താണെന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തി തൻ്റെ ഭീകരമോഹം, തൻ്റെ വൃത്തികെട്ട മോഹം, തൻ്റെ ദുഷ്ടതകൾ, ഒരു സഹായവുമില്ലാത്ത, ആരുമില്ലാത്തുള്ള ഹെൽപ്ലെസ്സായ തൻ്റെ ഫാമിലിയിലെ ഏതെങ്കിലും ഒരു മെമ്പറിനോട് മാത്രമായിരിക്കും കാണിക്കുന്നത്. ഈ വ്യക്തി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു അമ്പലത്തിൽ വെച്ച് ആരാധിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപക്കൂടിൽ വെച്ച് ആരാധിക്കാം. അത്രയും നല്ലവനായിരിക്കും. സമൂഹത്തിൽ പരോപകാരിയും വളരെ നന്നായിട്ട് പെരുമാറുകയും സാധാരണ നല്ല വ്യക്തികളെ കാട്ടിലും വളരെ നല്ലവനായിട്ട് കാണുകയും ചെയ്യുന്ന വ്യക്തിയാണ്. ഇതാണ് ഈ ഡിസോർഡറിൻ്റെ പ്രത്യേകത. സോ ഈ വ്യക്തി എന്നെ അബ്യൂസ് ചെയ്തു, ഈ വ്യക്തി എന്നെ ഉപദ്രവിച്ചു എന്നു ഈ വിക്ടിം സമൂഹത്തിൽ പോയി പറഞ്ഞു കഴിയുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ആ വ്യക്തി നല്ലതാണ്, നിൻ്റെ കയ്യിലാണ് കുഴപ്പം എന്ന് പറയും. സോ ഈ ആൾക്കാർക്കൊക്കെ പറയുന്ന ഒരു ടേം ഉണ്ട്, ഫ്ലൈയിങ് മങ്കീസ്. ഈ വ്യക്തി അബ്യൂസിനാൽ സ്വന്തം ജീവിതവും സ്വന്തം ശരീരവും നഷ്ടപ്പെട്ട് കടുത്ത ഒരു മാനസിക രോഗം എന്നുള്ളൊരവസ്ഥയിലേക്ക് വന്നുകൊണ്ട് അവസാനം സഹായത്തിനായി ചുറ്റുപാടും ഓടി നടക്കുമ്പോൾ എല്ലാ ആൾക്കാരും ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തിയുടെ കൂടെ നിൽക്കത്തുള്ളൂ. ബിക്കോസ് അദ്ദേഹം അത്ര ചാമിങ് ആണ്, അദ്ദേഹം അത്ര നല്ലവനാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മാനിപ്പുലേഷൻ, കാസ്ലൈറ്റിങ്, അത്ര ഇൻ്റലിജൻ്റായ പേഴ്സൺസാണ്. സോ എല്ലാവരും ഫ്ലൈയിങ് മങ്കീസ് ആവും. ലാസ്റ്റ് ആരും രക്ഷിക്കാനില്ല, ആരും ചെയ്യാനും ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ സമൂഹത്തിൽ, ചുറ്റുപാടിൽ, മനുഷ്യരിൽ, എല്ലാവരിലും, സ്വന്തം ബന്ധുക്കളിൽ,
സഹോദരങ്ങളിൽ ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ട് അവസാനത്തെ മാർഗമായിരിക്കും. ആത്മാഭിമാനമുള്ള സ്ത്രീയാണത്. സ്വന്തം ശരീരത്തിനും സ്വന്തം മാനത്തിനും വരെ ആൾക്കാർ വിലയിട്ടപ്പോൾ സ്വന്തം ആത്മാഭിമാനം ഇനി ഈ ലോകത്തിലൊരു പ്രതീക്ഷയില്ല, ഇനി ഈ ലോകത്തിൽ ജീവിച്ചിട്ടൊരു കാര്യമില്ല എന്ന് തോന്നിയെടുത്ത തീരുമാനമാണത്. ഇന്ന് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഒരു ആത്മഹത്യ, അത് കഴിയുമ്പോൾ കുറേ മുറവിളിയും കുറേ പ്രതിഷേധങ്ങളും വരും, വീണ്ടും ഇത് തന്നെ നടക്കും. ഇന്നും നമ്മളുടെ കേരളത്തിൽ ഇതേ അവസ്ഥയിൽ എത്ര സ്ത്രീകളുണ്ട്? തീർച്ചയായിട്ടും സമൂഹം കണ്ണ് തുറക്കേണ്ട സമയമായി. ഒരു പെൺകുട്ടിയെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ ഒരു മാതാപിതാക്കളുടെ കടമ തീരുന്നില്ല. കാര്യം ഈ ലോകത്ത് അവളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന മാതാപിതാക്കൾ തന്നെയാണ് മരണം വരെ അവളെ സംരക്ഷിക്കേണ്ടത്. ഇതിനൊരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാവട്ടെ.